ഹായ്, ഞാൻ രാജി. ഇന്നത്തെ നമ്മുടെ ഗാർഡനിങ് കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ ജില്ലകളിലും മഴയൊക്കെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ചെടികളെല്ലാം നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി നമ്മളെ ചെടികളെയും കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കാർ പോർച്ചിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിൽ കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിതിൽ ഫെർട്ടിലൈസറുകളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചട്ടിയുടെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട്. അത് നമ്മളിനി വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പ്ലാന്റ്സിൽ നന്നായിട്ടത് പിടിക്കുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ചെറിയൊരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഇതൊന്ന് റീപോർട്ട് ചെയ്യണം. അപ്പോൾ റീപോർട്ട് ചെയ്യാനായിട്ട് മറ്റൊരു പോട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ചെറുതായിട്ട് കിടക്കുന്നത് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റുകളെല്ലാം ഞാനിങ്ങനെ മുന്നേ കൊണ്ട് ഇട്ട് വെച്ചേക്കും. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും അത് മണ്ണിൽ നന്നായിട്ട് ലയിച്ച് ചേർന്ന് നല്ലൊരു വളമായിട്ട് തന്നെ മാറും. അപ്പോൾ എന്തായാലും ഈ ഒരു പോട്ട് ഞാൻ മാറ്റുന്നില്ല. മാറ്റാതെ ഒരു ചെറിയ പോട്ട് ഒരു വലിയ പോട്ട് തന്നെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒരു സ്റ്റിക്ക് ഇങ്ങനെ കൊടുത്ത് അതിൽ പടർത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു ചെറിയൊരു വെയിൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുതിയ ഇലകൾ വരുന്നത് ഒരു നല്ലൊരു റെഡ് കളറായിരിക്കും. ഇതാണ് മറ്റൊരു പ്ലാന്റ് അതിൻ്റെ. അതുപോലെ ഒരു വലിയ ബേസണിൽ ലെന്താന പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ വൈറ്റ് കളറിലുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു ബേസണിൽ നിറയെ കാടുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാടുകൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ നമ്മുടെ ചെടിക്ക് കിട്ടില്ല. ഈ ഒരു കാടുകളായിരിക്കും വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാടുകളെല്ലാം മാറ്റി പ്ലാന്റ് മാത്രമായിട്ടുണ്ട് ഇതിൽ. അതുപോലെ നമ്മൾ ടാങ്കിൾ ഹാർഡ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നിറച്ച് കളകളൊക്കെ വന്നിട്ടുണ്ട്. അതിനെയും നമുക്കെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരുപാട് കളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടാങ്കിൾ ഹാർഡ് വളർന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-3 ആഴ്ച കൂടി കഴിയുമ്പോൾ ഒരു മണ്ണ് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് വളർന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വളങ്ങളുമൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലും കാടുകളെല്ലാം കളഞ്ഞ് ഇത് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ മെറ്റിലൊക്കെ ഇട്ടിട്ട് 10 മണി ചെടിയും അതുപോലെ ടർട്ടിൽ വെയിനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മണി ചെടികളിൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു വാഴയുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വീണിട്ടുണ്ട്. അതുപോലെ കളകൾ പറിച്ച് കളയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ 10 മണി ചെടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നിറച്ച് പൂക്കളുണ്ടാകുകയുള്ളൂ. നിറയെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് നിറയെ ശാഖകളൊക്കെ വന്ന് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ടൈഗർ സ്ട്രിപ്പും റോയൽ മജന്തയുമാണ് ഞാനതിൽ മിക്സ് ചെയ്ത് നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 10 മണി ചെടികളും നമ്മളൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വിത്ത് പാകി മുളപ്പിച്ച നമ്മുടെ സീനിയ ചെടികളാണ്. അപ്പോൾ ഈ സീനിയ ചെടികൾ തലപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന വീഡിയോസ് ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ തലപ്പ് കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നിറച്ച് ശിഖരങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്ലാന്റാണത്. ഒരു പ്ലാന്റിൽ തന്നെ ഇപ്പോൾ കണ്ടില്ലേ നിറച്ച് ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒറ്റ ഒരു തൈയായിട്ടങ്ങ് പോവുകയുള്ളൂ. ശിഖരങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിറച്ച് പൂക്കളുണ്ടാകും. ഇത് നമ്മുടെ കൊങ്ങിണി ചെടിയാണ്. കൊങ്ങിണി ചെടിയുടെ ഈ ഒരു റെഡും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബേസണിൽ നട്ടയ്ക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നടുമ്പോൾ വലിയൊരു ബേസണിലാകുമ്പോൾ നിറച്ച് പൂക്കളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സുകൾ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സൈഡ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം മറ്റേ ഒരു സൈഡ് തുടങ്ങാമെന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡ് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും കുറച്ച് നാളുകൂടി വേണ്ടി വരും. ഇനി ബാക്കിലോട്ടൊക്കെ വേറെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇന്ന് കാണിക്കാത്തതിന് ഒരുപാട് പ്ലാന്റ്സുകൾ ബാക്കിലോട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പുതിയ നല്ല ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.